ഇനി ഫ്രഷ് ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് നടത്തുന്ന സമയത്ത് കമ്പനീസ് ഫോളോ ചെയ്യേണ്ട സെബി ഗൈഡ് ലൈൻസ്. ഇപ്പോൾ ന്യൂ ഫേം ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് നടത്തുകയാണെങ്കിൽ സെർട്ടൻ സെബി ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. സെബി ഗൈഡ് ലൈൻസ് ഫോർ ഇഷ്യൂ ഓഫ് ഫ്രഷ് ഷെയർ ക്യാപിറ്റൽ, ഫ്രഷ് ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് നടത്തുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട ഗൈഡ് ലൈൻസ്. ഓൾ ആപ്ലിക്കേഷൻസ് ഷുഡ് ബി സബ്മിറ്റഡ് ടു സെബി ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ്. ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഉണ്ടായിരിക്കും, സെബി പറഞ്ഞിട്ടുള്ള ഒരു ഫോർമാറ്റ്. ആ ഒരു ഫോർമാറ്റിനനുസരിച്ചാണ് ഇരിക്കണം ആപ്ലിക്കേഷൻ ഫോം കൊടുക്കേണ്ടത്. ആപ്ലിക്കേഷൻസ് ഷുഡ് ബി അക്കംപനീഡ് ബൈ ട്രൂ കോപ്പീസ് ഓഫ് ഇൻഡസ്ട്രിയൽ ലൈസൻസ്. കമ്പനീസ് ഇൻഡസ്ട്രിയൽ ലൈസൻസ് ഗെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഇൻഡസ്ട്രിയൽ ലൈസൻസിൻ്റെ ഒറിജിനൽ കോപ്പിയും കൂടി ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒപ്പം അക്കംപനി ചെയ്യണം. കോസ്റ്റ് ഓഫ് ദ പ്രൊജക്ട് ഷുഡ് ബി ഫർണിഷ്ഡ് വിത്ത് സ്കീം ഓഫ് ഫിനാൻസ്. നമ്മുടെ ഫേമിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ ബേസ് എങ്ങനെയാണ്, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സ്കീം എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഫർണിഷ് ചെയ്യണം. പിന്നെ കമ്പനി ഷുഡ് ഹാവ് ദ ഷെയർസ് ഇഷ്യൂഡ് ടു ദ പബ്ലിക് ആൻഡ് ലിസ്റ്റഡ് ഇൻ വൺ ഓർ മോർ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. കമ്പനീസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഒന്നോ അല്ലെങ്കിൽ കൂടുതലോ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ ആ കമ്പനീസ് ലിസ്റ്റഡ് ആയിരിക്കണം. വേർ ദ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇൻവോൾവ്സ് ഓഫർ ഫോർ subscription by the public for the first time, the value of equity capital, subscribed capital privately held by promoters and their friends shall not be less than 15% of the total issued equity capital. ടോട്ടൽ ഇഷ്യൂഡ് ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ 15% കുറയാൻ പാടില്ല പ്രൊമോട്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ വാല്യൂ ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ, അല്ലെങ്കിൽ അവർ പ്രൈവറ്റ്ലി ഓൺ ചെയ്യുന്ന ഇക്വിറ്റി ക്യാപിറ്റൽ. An equity preference ratio of 3:1 is allowed. Equity to preference sharesന്റെ ratio 3:1 എന്നുള്ളത് allowed ആണ്. Capital cost of the projects should be as per the standard set with a reasonable debt equity ratio. ക്യാപിറ്റൽ കോസ്റ്റിനൊരു സ്റ്റാൻഡേർഡ് സെബി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരു റീസണബിൾ ഡെപ്റ്റ് ഇക്വിറ്റി, ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് ഇക്വിറ്റിൻ്റെ ഒരു റീസണബിൾ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ന്യൂ കമ്പനി കനോട്ട് ഇഷ്യൂ ഷെയർസ് അറ്റ് എ പ്രീമിയം. ദ ഡിവിഡൻഡ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഷുഡ് ബി വിത്തിൻ ദ പ്രിസ്ക്രൈബ്ഡ് ലിസ്റ്റ്. പുതിയതായിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന പുതിയ കമ്പനീസിന് ഷെയർസ് ഒരിക്കലും പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല. പിന്നെ അതുപോലെ തന്നെ ഡിവിഡൻഡ് ഷെയർസിന് എത്രയാണോ പ്രിഫറൻസ് ഷെയർസിന് എത്രയാണോ ഡിവിഡൻഡ് കൊടുക്കുന്നത് അത് ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ലിസ്റ്റിലുള്ളതിനനുസരിച്ചായിരിക്കണം. ഓൾ ദ ഡീറ്റെയിൽസ് ഓഫ് ദ അണ്ടർ റൈറ്റിംഗ് എഗ്രിമെൻറ്റ്. നമ്മൾ ഫേം എന്തെങ്കിലും അണ്ടർ റൈറ്റിംഗ് എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു അണ്ടർ റൈറ്റിംഗ് എഗ്രിമെൻറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഫർണിഷ് ചെയ്യണം. Allotment of shares to NRIs is not allowed without the approval of RBI. RBIൻ്റെ അപ്രൂവൽ ഇല്ലാതെ നമുക്ക് NRIസിന് അലോട്ട് ചെയ്യാൻ സാധിക്കില്ല ഷെയർസ്. ഡീറ്റെയിൽസ് ഓഫ് എനി ഫേം അലോട്ട്മെൻറ്റ് ഇൻ ഫേവർ ഓഫ് എനി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മൾ ഫേം അലോട്ട്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും വയ്ക്കണം. അതായത് ഒരു ഫേംസിനായിട്ട് നമ്മൾ അലോട്ട് ചെയ്യുക, പബ്ലിക്കിനായിട്ടല്ലാതെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനായിട്ടല്ലാതെ ഫേം അലോട്ട്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും വയ്ക്കണം. ഡിക്ലറേഷൻ ബൈ സെക്രട്ടറി ഓർ ഡയറക്ടർ ഓഫ് ദ കമ്പനി. കമ്പനീൻ്റെ ഡയറക്ടർ അല്ലെങ്കിൽ സെക്രട്ടറീൻ്റെ ഒരു ഡിക്ലറേഷൻ വേണം, സത്യപ്രസ്താവന പോലെ. ഇനി കമ്പനീസിനുള്ള ഗൈഡ് ലൈൻസ് ആണ്. സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന കമ്പനീസിനുള്ള ഗൈഡ് ലൈൻസ്. നോ ഇഷ്യൂവർ കമ്പനി ഷാൾ മേക്ക് എനി public issue of securities unless a draft prospectus has been filed with the board through a merchant banker at least 30 days prior to the filing of the prospectus with the registrar of the companies. നമ്മൾ രജിസ്ട്രാർ ഓഫ് ദ കമ്പനീസിന് ഫയൽ ചെയ്യുന്നതിന് മുമ്പ്, പ്രോസ്പെക്ടസ് അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് അയക്കണം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്. അത് അയക്കുന്നത് മർച്ചൻറ്റ് ബാങ്കറാണ്. അങ്ങനെ 30 ഡേയ്സിന് മുമ്പെങ്കിലും മർച്ചൻറ്റ് ബാങ്കർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഒരു പ്രോസ്പെക്ടസ് ഡ്രാഫ്റ്റ് ചെയ്യണം. എന്നിട്ട് അത് രജിസ്ട്രാർ ഓഫ് ദ കമ്പനീസിന് അയക്കണം. അങ്ങനെയുള്ള കമ്പനീസിനാണ് പബ്ലിക് ഇഷ്യൂ നടത്താൻ സാധിക്കുകയുള്ളൂ. നോ ലിസ്റ്റഡ് ഇഷ്യൂവർ കമ്പനി
shall make any right issues of securities where the aggregate value of securities including premium if any exceeds rupees 50 lakhs unless a draft letter of offer has been filed with the board through a merchant banker at least 30 days prior to the filing of the letter of offer with the designated stock exchanges. നമ്മൾ റൈറ്റ് ഇഷ്യൂസിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചസിനെ സമീപിക്കണം. അപ്പോൾ അവർക്ക് നമ്മളൊരു ലെറ്റർ ഓഫ് ഓഫർ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഒരു 30 ദിവസമെങ്കിലും മുമ്പ് നമ്മളൊരു ഡ്രാഫ്റ്റ് അയക്കണം. ലെറ്റർ ഓഫ് ഓഫറിൻ്റെ ഒരു ഡ്രാഫ്റ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് മെർച്ചൻ്റ് ബാങ്കേഴ്സ് അയക്കണം. അങ്ങനെയുള്ള ഫേംസിനാണ് റൈറ്റ് ഇഷ്യൂസ് നടത്താൻ സാധിക്കുകയുള്ളൂ. നത്തിങ് കണ്ടെയ്ൻഡ് ഇൻ എബോവ് ക്ലോസസ് shall apply to a public issue of securities by a listed issuer company or a right issue of securities by a listed issuer company where the aggregate value of such securities including premium if any exceeds rupees 50 lakhs if the following conditions are satisfied. ഇതിൽ മുകളിൽ പറഞ്ഞ ക്ലോസസ് ഒന്നും ബാധിക്കാത്ത ചില കേസസ് ഉണ്ട്. അതെപ്പോഴൊക്കെയാണ്? അത് സർട്ടൻ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ്. ആ കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ദ ഷെയർസ് ഓഫ് ദ കമ്പനി ഹാവ് ബീൻ ഫയൽഡ് ഓൺ എനി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഹാവിംഗ് നാഷൻ വൈഡ് ടെർമിനൽസ് ഫോർ എ പീരിയഡ് അറ്റ്ലീസ്റ്റ് 3 years ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ റെഫറൻസ് ഡേറ്റ്. അതായത് ഇവർ റൈറ്റ് ഇഷ്യൂവിനെ സമീപിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ ഒരു റെഫറൻസ് ഡേറ്റിന് മുമ്പ് ഒരു 3 വർഷം മുമ്പെങ്കിലും നാഷണൽ വൈഡ് ടെർമിനൽസ് ഉള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ഈ ഒരു ഫേം ലിസ്റ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസിന് ഈ ഒരു ക്ലോസസ് ഒന്നും ബാധകമല്ല. ദ ആവറേജ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഓഫ് പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ഓഫ് ദ കമ്പനി ഈസ് അറ്റ് ലീസ്റ്റ് rupees 10,000 crores for a period of 1 year up to the end of the quarter preceding the month in which the proposed issue is approved by the board of directors or shareholder of the issuer. അതായത് ഇപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റൈറ്റ് ഇഷ്യൂവിന് അനുവാദം കൊടുത്തു. അതിനൊരു 1 വർഷം മുൻപെങ്കിലും അനുവാദം കൊടുത്ത് 1 വർഷം ടു ഈ ഒരു അനുവാദം കൊടുത്ത ആ ഒരു മന്തിൻ്റെ ആ ഒരു ക്വാർട്ടർ വരെയെങ്കിലും 10,000 crores മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനീസ് ആയിരിക്കണം. പിന്നെയുണ്ട് ഗൈഡ് ലൈൻസ്. ദ ആനുവലൈസ്ഡ് ട്രേഡിംഗ് ടേൺ ഓവർ ഓഫ് ദ ഷെയർസ് ഓഫ് ദ കമ്പനി ഡ്യൂറിംഗ് ദ 6 calendar months immediately preceding the month of the reference date has been at least 2% of the weighted average number of shares listed during the said 6 months period. നമ്മൾ റെഫറൻസ് ഡേറ്റിൻ്റെ മുൻപ് ജസ്റ്റ് പ്രിസീഡ് ചെയ്യുന്ന 6 മന്ത്സിൽ ആനുവലൈസ്ഡ് ട്രേഡിംഗ് ടേൺ ഓവർ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 2% എങ്കിലും ആയിരിക്കണം. ദ കമ്പനി ഹാസ് റിഡ്രസ്ഡ് അറ്റ്ലീസ്റ്റ് 95% ഓഫ് ദ ടോട്ടൽ ഷെയർ ഹോൾഡർ ഓർ ഇൻവെസ്റ്റർ ഗ്രീവൻസസ് ഓർ കംപ്ലൈൻസ്. കമ്പനി അവർക്ക് കിട്ടിയിട്ടുള്ള ഗ്രീവൻസസിൻ്റെ 95% റിഡ്രസ് ചെയ്തിരിക്കണം. പരാതികളൊക്കെ പരിഹരിച്ചിരിക്കണം 95%. ദ കമ്പനി ഹാസ് കംപ്ലൈഡ് വിത്ത് ദ ലിസ്റ്റിംഗ് അഗ്രിമെൻറ്റ് ഫോർ എ പീരിയഡ് ഓഫ് അറ്റ്ലീസ്റ്റ് 3 years ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ റെഫറൻസ് ഡേറ്റ്. റെഫറൻസ് ഡേറ്റിൻ്റെ 3 വർഷം മുൻപുള്ള എല്ലാ ലിസ്റ്റിംഗ് അഗ്രിമെൻറ്റും ഫുൾഫിൽ ചെയ്തിരിക്കണം കമ്പനീസ്. The impact of auditors' qualifications, if any, on the audited accounts of the company in respect of the financial year of which for which such accounts are disclosed in offer document does not exceed 5% of the net profit or loss after tax of the company for the respective years. ഓഡിറ്റേഴ്സ് ക്വാളിഫിക്കേഷൻ 5% എക്സീഡ് ചെയ്യാൻ പാടില്ല. നോ പ്രോസിക്യൂഷൻ പ്രൊസീഡിങ്സ് ഓർ ഷോ കോസ് നോട്ടീസസ് ഇഷ്യൂഡ് ബൈ ദ ബോർഡ് ആർ പെൻഡിങ് അഗെയിൻസ്റ്റ് ദ കമ്പനി ഓർ ഇറ്റ്സ് പ്രൊമോട്ടേഴ്സ് ഓർ ഹോൾ ടൈം ഡയറക്ടേഴ്സ് ആസ് ഓൺ ദ റെഫറൻസ് ഡേറ്റ്. അതായത് റെഫറൻസ് ഡേറ്റിന് മുമ്പുള്ള ഒരു പ്രോസിക്യൂഷൻ പ്രൊസീഡിങ്സും പെൻഡിങ് ആയി കിടക്കരുത്.
The entire shareholding of the promoter group is held in dematerialized form as on the reference date. നമ്മളുടെ റെഫറൻസ് ഡേറ്റിൽ പ്രകാരം പ്രൊമോട്ടേഴ്സിൻ്റെ എല്ലാവരുടെയും ഷെയർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിലായിരിക്കണം, ഡിമാറ്റ് ഫോമിലായിരിക്കണം എന്നുള്ളതാണ് പിന്നൊരു ഗൈഡ് ലൈന്.